ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 19-ാമത് വാക്യം. അതിൻ്റെ അവസാന പ്രസ്താവന ഇങ്ങനെയാണ്: നീ മനുഷ്യൻ്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നു എന്ന വാക്കുകളാണ്. എവിടെയോ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട, ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ഒരു ഭക്തൻ്റെ വാക്കുകളായി ഈ വാക്കിനെ കാണുവാൻ സാധിക്കും. എങ്ങനെയാണ് ഈ പ്രത്യാശ നശിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, മല പോലും വീണ് പൊടിയാകുകയും പാറയും സ്ഥലം വിട്ട് മാറിപ്പോവുകയും വെള്ളം കല്ലുകളെ തേയുമാറാക്കുന്നതുപോലെ അതിൻ്റെ പ്രവാഹം നിലത്തെ പൊടിയെ ഒഴുക്കിക്കളയുന്നതുപോലെയും മനുഷ്യൻ്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ വഴിത്താരിയിലേക്ക് കടന്നു വരുന്ന ആഴമായ പ്രതിസന്ധികളുടെ നടുവിൽ നിലനിൽപ്പാൻ കഴിയാതെ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അവിടെ ഓർപ്പിക്കുമ്പോൾ തന്നെ റോമാലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നതുപോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അബ്രഹാമിനെ സംബന്ധിച്ചുള്ളതായ വാക്കുകൾ നോക്കിയാൽ സാധ്യതകൾ വളരെ കുറവായിരുന്നു. പ്രതീക്ഷകളും പ്രത്യാശകളും കെട്ടടങ്ങിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചതുകൊണ്ട് ഏകദേശം 100-ാമത്തെ വയസ്സിൽ തൻ്റെ ശരീരം നിർജീവാവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും ആ വിശ്വാസം നിമിത്തം അത്ഭുതം കണ്ടതിനെക്കുറിച്ച് ആ വാക്കുകൾ ഓർപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ പ്രത്യാശ കൈവിടാനായിട്ട് കഴിയാതെ, അല്ലെങ്കിൽ ആ പ്രത്യാശയെ കാത്തു സൂക്ഷിക്കുവാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ, റോമാലേഖനം 8-ാം അധ്യായം 24-25 വാക്യങ്ങൾ പറയുന്നത്, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. കാണാത്തതിനെ ആഴമായി വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ നിത്യതയുടെ അവകാശങ്ങളും ആ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിലും എത്തിപ്പെടുവാൻ കഴിയുകയുള്ളൂ. പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവർക്ക് അത് പ്രാപിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ, പ്രതീക്ഷകൾ നഷ്ടപ്പെടാത്ത അബ്രഹാമിനും ഷാറായിക്കും അതനുഭവിപ്പാനും ആ തലത്തിൽ എത്തിച്ചേരുവാനും കഴിഞ്ഞെങ്കിൽ, നാം പ്രത്യാശ നഷ്ടപ്പെട്ടവരോ നശിക്കപ്പെടുന്നവരോ ആയിത്തീരുകയല്ല. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും പ്രതീക്ഷകളും പ്രത്യാശകളും കൈവിടാതെ അതോട് ചേർന്ന് നിൽപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരാം. ആ നിലയിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും നിത്യതയുടെ അവകാശങ്ങളും പ്രാപിപ്പാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ പ്രത്യാശ നഷ്ടപ്പെട്ടവരും നശിക്കുന്നവരുമായിട്ടല്ല, ഞങ്ങൾ കാണുന്നതിനെയല്ല കാണാത്തതിനെ പ്രത്യാശിച്ചുകൊണ്ട് ഞങ്ങൾ ക്ഷമയോടെ കാത്തിരിപ്പാനും
ആ വാഗ്ദത്ത നിവൃത്തി പ്രാപിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടതിന് പ്രതീക്ഷയോടും പ്രത്യാശയോടും ജീവിതം മുൻപോട്ട് കഴിപ്പാനിടയാക്കണം. നന്മ കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.